ജടായുഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണിടോ കുമാരനീ. തന്വങ്കിത തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസനവനോടു പോർ ചെയ്തിടിനാൻ. അന്നേരം അടിഞ്ഞ തേർ കോപ്പിത കിടക്കുന്നു എന്നു വന്നിടാമവർക്കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനനി കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. മിത്രമിത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായുതാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടി ഞാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും. അപ്പോൾ പുഷ്ടവേദനയോടു ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായി എന്നിന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാനിധേ. തൃക്കടലിന നിത്യമുൾക്കാമ്പിൽ വസിക്കേണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു. തൻ തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാൻ അവനുടൽ ദുഃഖാക്ഷു പ്ലുതനായി നയനത്തോടും രാമചന്ദ്രൻ. ചുല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീയെല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ. നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടു കണ്ടിരിക്കവേ ബന്ധമറ്റീടും വണ്ണം മരിക്കാനവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാലഹം പുണ്യപൂരുഷ പുരുഷോത്തമതയാനിധേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരനന്ദാത്മാ പരമാത്മാ മായാമാനുഷരൂപി സന്തതമന്തർഭാഗെ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീവണ്ണം കാണായ മൂലം ബന്ധവു മറ്റു മുക്തനായ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുക സുമ സമതൃക്കരതലം തന്നാൽ. ബന്ധുവത്സലമന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നീടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മഞ്ഞിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ. അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗ സീനി ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ, കാഷ്ഠങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകിയിടാതെ. ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുദകക്രിയാദിയും ചെയ്തു. കാനനേ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതിയവനുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനിതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും. കാരുണ്യമൂർത്തി കമലേക്ഷണൻ
മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരൂഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരി ഗദാ പത്മമകുട പീതാംബരാദ്യങ്കിത രൂപം പൂണ്ടു വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിക്വ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധ ഗാത്രത്തോടു മുയരെ കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ ജഡായു സ്തുതി. അഗണ്യ ഗുണം ആദ്യമവ്യയ പ്രമേയമഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം महिद कटाक्ष विक्षपिदामरशुजं रहितावधि सुख इंदिरा मनोहरं श्यामलं जडामगुडोज्ज्वलं चापशरं कोमलकलाम्बुजं प्रणतोऽस्म्यहं रामं भुवनकमनीयरूपमीडितं शतरविभासुरमभीष्टप्रदं शरणं सुरपादपमूलरचितनिलयनं सुरसञ्चयसेव्यं प्रणतोऽस्म्यहं रामं भवकानन भवदहननामधेयं भवपङ्कज भवमुखदैवतं देवं धनुजपदिकोटिसहस्रविनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामं भवभावनाहरं भगवत्स्वरूपिणं भवभीविरहितं मुनिसेवितं परम् भवसागरतरणां कृपोदकं नित्यं भवनाशायानिशं प्रणतोऽस्म्यहं रामं गिरिश गिरिसुधाहृदयाम्बुजावासं गिरिनायकधरं गिरिपक्षारिसेव्यं सुरसञ्जय धनुजेन्द्रसेवितपादं सुरमणिनिभ्यो प्रणतोऽस्म्यहं रामं परदारार्थपरिवर्जितमनीषीणां परपूरुषगुणभूतिसन्तुष्टात्मनां परलोकैकहितनिरतात्मानां सेव्यं परमानन्दमयं प्रणतोऽस्म्यहं रामं स्मितसुन्दरविकसितवक्त्राम्भोरुहं स्मृतिगोचरमसिताम्बुक्तकळेवरम् सितपङ्कजचारुनयनं रघुवरं क्षितिनन्दिनीवरं प्रणतोऽस्म्यहं रामं ജലപാത്രൗഖസ്ഥിത രവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനം അദ്വയം അവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭൂരുപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശ മുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥശതകോടിസുന്ദരകളേവരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നമായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുതേ തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ പരം സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടും കൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്രാ നിന്നെ പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. ശബരി ആശ്രമപ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബരി ആശ്രമമകം പൂക്കാർ സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സംവദിച്ചിതു പാദാംഭോരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശു നേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യാഭ്യാസനാദി പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൽ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നു
നിന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേക്കാൾ എന്നുടെ ഗുരുഭൂതന്മാരായ ഗുരുജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാം. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോടു ചൊന്നാരവരെ തുമേ ഖേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവന്നവതരിച്ചിതു രാക്ഷസവധാർത്ഥമായി നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിടും ഇവിടേക്കു രാഘവൻ. എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നില്ലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടുമധികാരിണിയല്ലയല്ലോ. വാങ്ങനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തെ അറിയാ പോകാതയാനിധേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേളി. ശബര്യുപദേശം. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയെ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽ ഭക്തിയൊഴിഞ്ഞൊന്നു കൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽകഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വചോ വാക്യാതൃത്വം മൽക്കലാജാതാചാര്യോപാസനമഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ ഭക്തന്മാരിൽ പരമാസിത്യം. സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വ വിചാരം കേളൊമ്പതാമതും ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാകി സാധനം നൂനം. ഉക്തമായിതു ഭക്തി സാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിര്യഗ്യോനി ജനങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും. പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവ സിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനിമത്യന്നുത്തമ തപോധനെ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കു തപോധനെ. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയണം കേനവാ നീതാ സീതാമൽ പ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുവാനാദരാലുര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശാ തണ്ടലറും മകളെ ഞാൻ. മുമ്പിലാമാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചൊന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗ്യം. പശ്യപർവത വരമൃഷ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. 4
നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ നുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്ക ഭവാൻ അവനെ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം തപോവിധേ ഭക്തി പൂണ്ടിത്തമുക്വ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നിവർക്കെന്നില്ലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കേണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം ശ്രീരാമമന്ത്ര ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമ രാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേ ക്ഷണേ യുദ്ധമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം കൊണ്ടു ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. കിഷ്കിന്ധാകാണ്ഡം. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ ചൊല്ലുവനെങ്കിലനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യാതനയനവരജൻ തന്നോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളീടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉത്ഫുല്ല പത്മകൽഹാര കുമുദ നീലോൽപലമണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദ കോകില കുക്കുട കോയഷ്ടി സർപ്പസിംഹവ്യാഘ്ര സൂകര സേവിതം പുഷ്പലതാ പരിവേഷ്ടിത പാദപ സൽഫല സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തുമന്ദം നടന്നിടിനാർ. ഹനുമൽ സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരൂവരും ഋഷ്യമൂകാദ്രി പാർശ്വസ്ഥലേ സന്തതം വിശ്വാസം ഉൾക്കൊണ്ടു പ്രലാപത്തോടും സീതാവിരഹം പുറഞ്ഞുകരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആധി കലർന്നു നടന്നടുക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞു തുംഗമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ. ആരി വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും പലാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ പലാൽ ഇന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലി വിക്രമമുള്ളവർ എത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണുക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാദി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേശം പൂണ്ടവരോട് വായുസുത ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ ഭക്തപ്രസാദ മന്ദസ്മേര സംജ്ഞയ മിത്രമെന്നുള്ളതോ നിന്നോടു ചൊല്ലണം. കർമ്മസാക്ഷിസുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനൻ. അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി. അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറിയുകയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം.
ദിക്കുകളാത്മഭാസൈവ ശോഭിപ്പിക്കുമർക്കനീശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദൈവമേ. വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വനീ ദേവകളോ മറ്റതെന്നിയെ. വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു. ലീലയ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലെ വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ. കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയ നിത്യസ്വതന്ത്രരാൻ. മുക്തി നൽകുന്നര നാരായണന്മാരെന്നുൾത്താരിൽ ഇന്നു തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ വടു നിർണയം. മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനെന്നുടെ നാമം ദശരഥ ഭൂമിപാലേന്ദ്രതനയ നിവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനി. ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ. ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതി ചണ്ടനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനി ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടില്ലവളെ ഒരിടത്തു മിന്നിഹ. കണ്ടുകിട്ടി നിന്നെ നീയാരടോ സഖേ ചൊല്ലിടുകെന്നതു കേട്ടൊരു മാരുതി. ചൊല്ലി ഞാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രി വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കവീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ജ്ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതി. നാമധേയം ഹനുമാനഞ്ജനാത്മജൻ. ആമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കുമരികളെ. വേല ചെയ്യാമതീനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസ്സെങ്കിൽ എഴുന്നള്ളുകുൾ താപമെല്ലാം അകലും ദയാനിധി. എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിൽ അമ്മാറുമാരുതി. പോക മമ സ്കന്ധമേറുവിൻ നിങ്ങളാകുലഭാവമകലെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ടുൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു. സുഗ്രീവ സഖ്യം. ശ്രീരാമ ലക്ഷ്മണന്മാരെ കഴുത്തിലാമാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധൗ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രങ്ങളാകനീ ഭാസ്കര നന്ദന. ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും ഭാസ്കര വംശ സമുത്ഭവന്മാരായ രാമനും ലക്ഷ്മണനാഭൂമനുജനും കാമധാരാർത്ഥം ഇവിടേക്കെഴുന്നള്ളി. സുഗ്രീവനോടി വണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ മഹാതരുച്ഛായാതലേ തഥാ. വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത തേജസാമിന്നരുളിടിനാർ. വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ. ഭീതി കളകനീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരി. ശ്രീരാമ ലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. പ്രീതനായ ഒരു സുഗ്രീവനും അന്നേരമാദരപൂർവമുത്ഥായ സസംഭ്രമം. വിഷ്ടപനാഥനിരുന്നരുളിടിനാൻ. വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാനതു നേരം. ഇഷ്ടനാമാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും. പുഷ്ടമോദാലൊടിച്ചിട്ടരുളിടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാൻ. നഷ്ടമായി വന്നിതു സന്താപസംഘവും. മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൻ. നാരിമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവ ജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാധികളൊക്കെ അകറ്റുവാൻ നിർണയം. രാവണൻ തന്നെ സകൂലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേ ഒരു നാളതു മാനവ വീര തെളിഞ്ഞു കെട്ടിയിടണം.
മന്ത്രികൾ 4 പേരും ഞാനുമായ ജലാന്തി വസിക്കുന്ന കാലമൊരു ദിനം പുഷ്കരമിത്രനായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരൻ അതു നേരമസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാനുദീനമായി രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവൾ എന്നതേവരു ഉത്തമയാവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാംഗെ കണ്ട നീരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നെ ആഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞത് എടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ അർണോജ നേത്രൻ എടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയോ സീതേ ജനകമ്മജേ മമ വല്ലഭേ നാഥേ നളീനദളായ തലോചന രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയം ആധിപൂർവം തിരുമാറിരമൂർത്തിയും പ്രാകൃതന്മാരാ പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ ദുഃഖിയായി ഏതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടു കൊള്ളാം പ്രസീത പ്രഭോഹരെ സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിയായി ഏതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രി പദേ വിഭോ ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൻ മർക്കട ശ്രേഷ്ഠന മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാരഗ്നി സാക്ഷിയാൽ സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുംഗമായ ശൈലാഗ്രി മരുവിനാൻ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിടിനാൻ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിടിനാൻ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിടിനാൻ പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം ഹൃത്വാ രാവണ കുംഭകർണ നിധനം ഹേ തദ്ധി രാമായണം ഹേ തദ്ധി രാമായണം.